വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ്, പ്രസംഗങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ മലയാളിക്ക് നൽകുന്നത്. കേരള കത്തോലിക്ക സഭ മഹാജൂബിലിക്കൊരുക്കമായി 2025 ഈശോയുടെ പിറവിയുടെ മഹാജൂബിലിയാണ്. 2025 വർഷം അവനൊരുക്കമായി 3-4 വർഷങ്ങൾ നവീകരണ വർഷമായിട്ടായിരുന്നല്ലോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 2024 യുവജനങ്ങളെ കേന്ദ്രീകരിച്ചാണ്, യുവജനങ്ങളെ മുഖ്യ വിഷയമാക്കിക്കൊണ്ടാണ് നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ ഒരു യുവജന പ്രസ്ഥാനത്തോട് നടത്തിയ പ്രസംഗം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നല്ലതാണ്. ഒരു സമഗ്രമായ ഒരു പ്രബോധനമല്ല. മാർപ്പാപ്പ യുവജനങ്ങൾക്ക് നൽകുന്ന ഈ ആഹ്വാനം ഇവിടെയും ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതാണ്, പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ് എന്ന് കരുതി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. റോക്കോ എന്ന് പറയുന്ന ഒരു യുവജന പ്രസ്ഥാനം, അത് പൗരസ്ത്യ സഭകളുടെ ധനസഹായ ഏജൻസികളുടെ ഒരു കൂടിവരവിൻ്റെ പ്രസ്ഥാനമാണ്. ഞാൻ അതേക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാം. റോക്കോ എന്നറിയപ്പെടുന്ന പൗരസ്ത്യ സഭകളുടെ ധനസഹായ ഏജൻസികളുടെ പുനരേകീകരണം, അതാണ് അതുവഴി ലക്ഷ്യം വയ്ക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലെ ധനസഹായ ഏജൻസികളെ ഒന്നിപ്പിക്കുന്ന ഒരു സമിതിയാണിത്. റോമിലുള്ള പൗരസ്ത്യ ദേശങ്ങളിലെ കത്തോലിക്ക പുരോഹിതന്മാരെയും വിശ്വാസികളെയും അവരുടെ ജന്മനാടുകളെയും സഹായിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പ്രസ്ഥാനത്തിലൂടെ നടക്കുന്നത്. അതുപോലെ സ്കോളർഷിപ്പുകൾ, പഠനത്തിനും രൂപീകരണത്തിനുമുള്ള സഹായം, സാമൂഹിക ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ എന്നിവ ഒരുക്കുക എന്നതെല്ലാം ഈ റോക്കോ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. നമുക്കറിയാമല്ലോ, 23 പൗരസ്ത്യ സഭകളാണ്, സ്വതന്ത്ര സഭകളാണ്, സൂയി ജൂരിസ് എന്ന് ലത്തീനിൽ പറയും സഭയിൽ ഉള്ളത്. പ്ലസ് നമുക്കറിയാം ലാറ്റിൻ സഭ, ഏറ്റവും വലിയ കത്തോലിക്ക സഭാ സമൂഹം എന്ന് പറയുന്നത് ലാറ്റിൻ സഭയാണ്, ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുന്നു. അതേസമയം പൗരസ്ത്യ സഭകളിൽ 23 നമുക്കുണ്ട്. കേരളത്തിലെ ഉദാഹരണം പറഞ്ഞാൽ സീറോ മലബാർ സഭ കത്തോലിക്ക സഭയുടെ ഒരു ഘടകമാണ്. സീറോ മലങ്കര, ഇങ്ങനെ 23 പൗരസ്ത്യ സഭകളുണ്ട്. ചിലത് വലുതും ചെറുതുമാണ്. സീറോ മലബാർ സഭയാണ് ഈ പൗരസ്ത്യ സഭകളിൽ എണ്ണം കൊണ്ട് 2ാമത്തേത് എന്നതും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2ാം വത്തിക്കാൻ സുനകദോസിൻ്റെ പ്രബോധന പ്രകാരം കിഴക്കോ പടിഞ്ഞാറോ ഉള്ള എല്ലാ പ്രത്യേക സഭകളും, പടിഞ്ഞാറൻ സഭ എന്നാണ് ലാറ്റിൻ പൊതുവെ അറിയപ്പെടുന്നത്, പൗരസ്ത്യ സഭകൾ കിഴക്കൻ സഭകൾ എന്നും അറിയപ്പെടുന്നു. ഇവ എല്ലാം അന്തസ്സിൽ തുല്യരാണ്. അതിനാൽ 2ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിച്ചു, ഒന്ന് മറ്റുള്ളതിന് മേലെ അല്ല, എല്ലാത്തിനും തുല്യമായ അവകാശങ്ങളാണുള്ളത്. സൂയി ജൂരിസ് എന്ന് പറയും നിയമപരമായി. അപ്പോൾ ഇതാണ് റോക്കോ എന്ന് പറയുന്നത്. ആ റോക്കോയുടെ ആ പ്രസ്ഥാനത്തിൻ്റെ യുവജന സമ്മേളനത്തിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. അതുകൊണ്ടാണ് യുവജനങ്ങളെ സംബന്ധിച്ചാണ് ഇത് പറഞ്ഞെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്ലീനറി സെക്ഷനിൽ പങ്കെടുത്തവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ പ്രസംഗമാണിത്. അതിൽ മാർപ്പാപ്പ പറയുകയുണ്ടായി, സഹനത്തിനു മുന്നിൽ പരിലാളനം പോലെ മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്ന സജീവമായ ഐക്യദാർഢ്യവും സംഘർഷങ്ങളുടെ കൂട്ടക്കുഴപ്പങ്ങൾക്ക് മധ്യേ പ്രത്യാശ പുനഃസ്ഥാപിക്കുന്ന പരിലാളനവുമാണ് റോക്കോ എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. നമുക്കറിയാം, കിഴക്കൻ സഭകളെല്ലാം നമ്മുടെ സീറോ മലബാർ, സീറോ മലങ്കരയല്ല, പൗരസ്ത്യ ദേശങ്ങളിലുള്ള സഭകളെല്ലാം ഒത്തിരി പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. നമുക്ക് മധ്യപൂർവ്വ
ദേശത്തൊക്കെയുള്ള സഭകൾ നമ്മളെ വളരെ വേദനിക്കുന്നവരാണ്. അവർക്ക് പലായനം ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അവിടെയെല്ലാം ഇത് വളരെ വളരെ ചെറിയ ഘടകങ്ങളായി തീർന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത് സഹനത്തിലൂടെ കടന്നു പോകവരാണ്. അവരുമായി സജീവമായൊരു ഐക്യദാർഢ്യം ഉണ്ടാക്കാനാണ് ഈ റോക്കോ എന്ന് പറയുന്ന പ്രസ്ഥാനം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് ഒരു പരിലാളനമാണ്, അവരുടെ ഒരു പരിലാളനമാണ് ഈ സഭകൾക്ക് ലഭിക്കുന്നത്. ഇനി മാർപ്പാപ്പ പറഞ്ഞ പ്രസംഗത്തിലേക്ക് നമുക്ക് വരാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ പ്രതിനിധികളോട് പറഞ്ഞു, നിങ്ങളുടെ പ്ലീനറി സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പൊന്തിപ്പിക്കൽ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ക്ലൗദിയോ ബുഗറോട്ടി, കാര്യാലയത്തിൻ്റെ സുപ്പീരിയർമാർ, ഭാരവാഹികൾ, നിങ്ങളിലൂടെ ഇതിൽ ഉൾപ്പെട്ട ഏജൻസികളുടെ പ്രിയ പ്രതിനിധികൾ, മഹാമനസ്കതയോടെ വിവിധ മേഖലകളിലുള്ളവർ എല്ലാവർക്കും ഞാൻ അഭിവാദനം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പ തുടങ്ങിയത്. ഒരു ഔദ്യോഗികമായ രീതിയാണല്ലോ അത്. മഹാമനസ്കമായ ഐക്യദാർഢ്യം മാനവ കുടുംബത്തിൽ നടക്കുന്ന അനീതി, വേദന, പീഡനം എന്നിവയ്ക്കെതിരെയുള്ള ഉറച്ച പ്രതികരണമാണ്. അതാണ് പാപ്പ പറയുന്നത്. മഹാമനസ്കതയോടുകൂടിയ ഐക്യദാർഢ്യം, സോളിഡാരിറ്റി, അതാണ് ഈ ലോകത്തിലെ അനീതിക്കും വേദനയ്ക്കും പീഡനത്തിനും എതിരെയുള്ള ഉറച്ച പ്രതികരണം. അവരെ സഹായിക്കുന്നവരാണ്. പ്രിയ സ്നേഹിതരെ, സഹനത്തിന് മുമ്പിൽ പരിലാളനം പോലെ മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്ന സജീവമായ ഐക്യദാർഢ്യത്തിൽ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാകയാൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ ഈ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. സംഘർഷങ്ങളുടെ കൂട്ടക്കുഴപ്പങ്ങൾക്ക് മധ്യേ എന്തുമാത്രം കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രത്യാശ പുനഃസ്ഥാപിക്കുന്നത് ഈ പരിലാളനയാണ് എന്നും മാർപ്പാപ്പ അവരോട് പറഞ്ഞു. അവരതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സഹായിക്കുന്നു അവർക്ക് പറ്റുന്നത് പോലെ. വർത്തമാനകാലത്ത് ഈ യാഥാർത്ഥ്യവും ദൈവിക പദ്ധതിയും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഈ യാഥാർത്ഥ്യവും ദൈവിക പദ്ധതിയും തമ്മിൽ സമാധാനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, എല്ലാവരുമായുള്ള ഏകചിത്തതയുടെ ഒരു പദ്ധതിയാണ് അത്. അന്യോന്യം ഏറ്റുമുട്ടുന്നത് നിർത്താൻ, നമുക്കറിയാം യുദ്ധങ്ങളാണ് ഏറ്റുമുട്ടലുകൾ കാരണമാകുന്നത്. പട്ടിണിക്കും രോഗത്തിനുമെതിരെ പോരാടാനുള്ള ശ്രമങ്ങളിൽ ഒന്നുചേരാൻ ഈ പദ്ധതി ക്ഷണിക്കുന്നുവെന്ന് മാർപ്പാപ്പ പറയുകയാണ്. വിശുദ്ധ ഗ്രന്ഥം സമാധാനത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പാപ്പ പറഞ്ഞു. യെരമ്യായുടെ പ്രവചനം നമുക്കറിയാം, 29-ാം അധ്യായം 11 ഇത് പറയുന്നുണ്ട്. സമാധാനത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണത്. എന്നാൽ അതിൻ്റെ തുടക്കം മുതൽ സഹോദരന്മാർ തമ്മിലുള്ള അക്രമത്തെ അത് കാണിക്കുകയും ചെയ്യുന്നു. ബൈബിൾ സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എങ്കിലും നമുക്കറിയാം സൃഷ്ടിയുടെ ആരംഭം മുതൽ നമ്മൾ കാണുന്നുണ്ട് സഹോദരന്മാർ തമ്മിലുള്ള അക്രമം. കായേനും ആബേലും ആദത്തിൻ്റെയും ഹവ്വായുടെയും ആദ്യ സന്തതികളാണ് കായേനും ആബേലും. അവിടെ നിരപരാധിയുടെ കൊലപാതകവും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ദൈവം കായേനെ ദോഷമായി വിധിക്കുന്നു, അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ ചെയ്തത് ശരിയായില്ല, നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ മറ്റാരെങ്കിലും കൊല്ലുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നുണ്ട്. അതാ രസം. അവൻ ആബേലിനെ കൊന്നു കായൻ. അതിനെ കർത്താവ് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെ എന്നത്. അവന് ശിക്ഷയും പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർ അവനെ കൊല്ലുന്നതിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം നമ്മളത് വായിച്ചാൽ 1 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ ഈ കാര്യം നമ്മൾ കാണാം. അപ്പോൾ മനുഷ്യൻ്റെ ആരംഭകാലം മുതൽ തിന്മയും അക്രമവും അനീതിയും നമ്മൾ കാണുന്നുണ്ട്. സഹോദരനെതിരെ പോരാടുന്നത്, എതിർക്കുന്നത് നമ്മൾ കാണുന്നു. ഇതാണ് ആദ്യത്തെ നീതിയുടെയും കരുണയുടെയും പ്രവൃത്തി എന്ന് പറയുകയാണ്. കായനെ കുറ്റപ്പെടുത്തുന്നു, അതേസമയം
അവനെ മറ്റുള്ളവർ കൊല്ലുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. നീതിയും കരുണയും അവിടെ ഒന്നിച്ച് പ്രകടമാവുകയാണ്. നമ്മൾ ക്രൈസ്തവർക്ക് മാർപ്പാപ്പ പറഞ്ഞു, തുറവുള്ള ഹൃദയത്തോടെ വിശുദ്ധ വചനത്തെ ശ്രവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പദ്ധതികൾ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണാമയമായ പദ്ധതിയാൽ ജ്വലിപ്പിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യാൻ കഴിയുന്നത് എത്രയോ നല്ല കാര്യമാണ്. അപ്പം ദൈവത്തിൻ്റെ ഈ പദ്ധതിയിലേക്കാണ് നാം വരേണ്ടത്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷെ മനുഷ്യൻ അവനെ തകിടം മറിക്കുന്നവനായി നിലനിൽക്കുന്നു. അതിലേക്ക് വരണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അവിടുത്തേക്ക് ദൈവത്തിന് എല്ലാ സ്ത്രീ പുരുഷന്മാരെയും, ഈശോയുടെ എല്ലാ സഹോദരീ സഹോദരന്മാരെയും, നമ്മളെല്ലാം മാമോദീസ വഴി ഈശോയുടെ സഹോദരി സഹോദരന്മാരായി തീർന്നിരിക്കുന്നു. അവൻ മനുഷ്യകുലത്തിൽ ഒരുവനായി ജനിച്ചത് വഴി ദൈവപുത്രൻ, നമ്മളെല്ലാം അവൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അപ്പോൾ അവിടുത്തേക്ക് അവിടുന്ന് എല്ലാവരെയും ആലിംഗനം ചെയ്യുന്നു. അവിടത്തേക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന കാര്യവും മാർപ്പാപ്പ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ബൈബിൾ അതാണ്, സമാധാനം സ്ഥാപിച്ചവനാണ് ഈശോ. വിജാതീയരും യഹൂദരും തമ്മിലും എല്ലാ ജനപദങ്ങളും തമ്മിൽ സമാധാനം സ്ഥാപിക്കാനാണ് അവിടുന്ന് വന്നത്. അവിടുത്തെ ആഗമനത്തിൽ മാലാഖമാർ പാടുന്നത് സമാധാനമാണ്. ഭൂമിയിൽ സമാധാനം ഇല്ലേ? അതാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി കരയേറ്റുന്നത് നമ്മളിവിടെ സമാധാനം സംജാതമാക്കുമ്പോഴാണ്. അപ്പോൾ ഇതാണ് മാർപ്പാപ്പ വളരെ ചുരുക്കമായി ബൈബിളിലെ ആ പ്രധാനപ്പെട്ട ആശയം, സമാധാനത്തിൻ്റെ ആ കൺസെപ്റ്റ് ആശയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. റോക്കോയുടെ ഈ സമ്മേളനത്തിൽ പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള യുവജനങ്ങളുടെ പ്രതീക്ഷകളിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ ഈ സമ്മേളനത്തിൽ അവർ കൂടുതൽ ചർച്ച ചെയ്ത് യുവജനങ്ങളെ കുറിച്ചാണ്. ഇത് മാർപ്പാപ്പ പറയുകയാണ്, ഒരു വിവേകപൂർവമായ തിരഞ്ഞെടുപ്പായി ഞാൻ കാണുന്നു. അവരുടെ ഹൃദയത്തിൽ സംവഹിക്കപ്പെട്ട പ്രകടിപ്പിച്ച അഭിലാഷങ്ങൾ കണ്ട യുവജനങ്ങളെ കൂട്ടിച്ചേർത്താണ് ഈ ചർച്ച നടത്തിയത്. അവരുടെ പ്ലീനറി സെക്ഷൻ ആ സംഗമം, അതിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയുണ്ടായി. അവരുടെ ഹൃദയത്തിൽ സംവഹിക്കപ്പെട്ട പ്രകടിപ്പിച്ച അഭിലാഷങ്ങൾ നമ്മൾ കേട്ടു. അത് കൂട്ടായി കേൾക്കാൻ കഴിയുക വളരെ നല്ല കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത് മാർപ്പാപ്പ അവരെ അഭിനന്ദിച്ചു. യുവജനങ്ങൾക്ക് പൊതുനന്മയുടെ നായകന്മാരാകണമെന്നുണ്ട്. ഇതാണ് അവർ പ്രകടിപ്പിച്ച വികാരം. പൊതുനന്മയുടെ നായകന്മാരാകാൻ അവർ ആഗ്രഹിക്കുന്നു. എല്ലാ യുവജനങ്ങളുടെയും ഹൃദയ അഭിലാഷമാണത്, ആകേണ്ടതാണ്. അതിലേക്കാണ് മാർപ്പാപ്പ വിരൽ ചൂണ്ടുന്നത്. സാമൂഹിക പ്രവർത്തനത്തിൻ്റെ വടക്കു നോക്കി യന്ത്രമാകേണ്ടവരാണ് യുവജനങ്ങളെന്ന് മാർപ്പാപ്പ വിശേഷിപ്പിച്ചു. അതിൻ്റെ ദിക്ക് എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് യുവജനങ്ങളാണ്. ഇപ്പം യുവജനങ്ങളിൽ എത്രമാത്രം വലിയ ഒരു പ്രത്യാശയാണ് മാർപ്പാപ്പ വയ്ക്കുന്നത് എന്ന് ഈ വാക്കുകൾ സൂചിപ്പിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന യുവജനങ്ങളെ മാർപ്പാപ്പ അവരോട് പറഞ്ഞു, നിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ, കാരണം അത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്, വിവിധ സഭകളിൽ നിന്ന് വന്നവരാണ്, നിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ പൊതുനന്മയുടെ പുനഃസ്ഥാപനം അതിജീവനത്തിൻ്റെ അനിവാര്യമായ അവസ്ഥ സൃഷ്ടിക്കും എന്ന കാര്യം ഓർക്കണം. പൊതുനന്മ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് അതിജീവനത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ഭാവി ഉറപ്പാക്കുന്നതിൻ്റെ അവസ്ഥ സൃഷ്ടിക്കാൻ അത് സഹായിക്കും. എല്ലാവർക്കും സമാധാനത്തിന് വേണ്ടിയുള്ള കാവൽ ഭടന്മാരായി നിങ്ങൾക്ക് മാറാനാകണം. അതാണ് ഉപദേശം. എല്ലാവർക്കും വേണ്ടിയുള്ള സമാധാന കാവൽ ഭടന്മാരായി നിങ്ങൾ മാറണം. ഇനി ഒരിക്കലും വിഭജിക്കപ്പെടാത്ത വ്യത്യസ്തമായൊരു ലോകത്തെ പ്രഘോഷിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന പ്രവാചകന്മാരാകാൻ യുവജനങ്ങൾക്ക് കഴിയണം. ഒട്ടനവധി വിഭജനങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വ്യത്യസ്തമായ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളും കലാപങ്ങളും അക്രമങ്ങളും
വഴക്കുകളും ഇല്ലാത്ത ഒരു ലോകത്തെ, വ്യത്യസ്തമായൊരു ലോകത്തെ വിഭാവനം ചെയ്യണം, സ്വപ്നം കാണണം. അങ്ങനെ വലിയ പ്രവാചകന്മാരായി നിങ്ങൾ മാറണം എന്നാണ് യുവജനങ്ങളോട് പരിശുദ്ധ പിതാവ് പറയുന്നത്. മാർപ്പാപ്പ മാർപ്പാപ്പയുടെ ഒരു അപ്പസ്തോലിക ഉത്ബോധനമാണ് എഗ്ലേസിയ ഇൻ മേദിയോ ഓറിയന്തെ. അത് മധ്യപൂർവ്വദേശത്തെ സഭയെന്ന ഒരു രേഖ സിനഡിന് ശേഷം എഴുതിയതാണ്. 10 വർഷങ്ങൾക്ക് അത് പ്രസിദ്ധീകരിച്ചിട്ട് 10 കൊല്ലങ്ങളായി. അതിനുശേഷം സൈപ്രസിൽ, ഗ്രീസിലാണ് റോക്കോ ഒരു വലിയ കൂടിച്ചേരൽ നടത്തിയിരുന്ന കാര്യം മാർപ്പാപ്പ ഓർക്കുകയാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയാണ് സഭയെ നയിച്ചിരുന്നത് എന്ന കാര്യം നമുക്കറിയാമല്ലോ. അന്ന് ആ സൈപ്രസിൽ നിങ്ങൾ കൂടിയപ്പോൾ യുവജനങ്ങളോട് പറഞ്ഞു, പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ ഈശോയുമായി യഥാർത്ഥവും സ്ഥായിയുമായ സൗഹൃദം വളർത്തിയെടുക്കാൻ. മാർപ്പാപ്പമാരെല്ലാം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണെങ്കിലും ബെനഡിക്റ്റ് മാർപ്പാപ്പയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണെങ്കിലും എപ്പോഴും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ ഈശോയുമായി യഥാർത്ഥമായ സൗഹൃദം വളർത്തിയെടുക്കണം. നമുക്കറിയാം, അതിനേക്കാൾ വലിയൊരു സുഹൃത്ത് ആർക്കും കിട്ടാനില്ല. ഇതിനേക്കാൾ നല്ല ഒരു പ്രബോധനം നൽകിയ ആളെയും നമുക്ക് കണ്ടെത്താനാവില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പമാർ പറയുന്നത്, ഈശോയുമായി യഥാർത്ഥവും സ്ഥായിയുമായ ഒരു സൗഹൃദം നിങ്ങൾ വളർത്തിയെടുക്കണം. അതാണ് ഒരു പോയിന്റ്. അത് അദ്ദേഹം ഉപദേശിച്ചതാണ്. ആ രേഖയിലും അതിൻ്റെ ഞാനീ പറഞ്ഞ എഗ്ലേസിയ ഇൻ മേദിയോ ഓറിയന്തെ, മധ്യപൂർവ്വദേശത്തെ സഭ, അതിൽ 63 നമ്പറിലും ഈ സന്ദേശം യുവജനങ്ങളോട് പറയുന്നുണ്ട്. ക്രൈസ്തവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രാഥമിക ഉറവ അതാണ് എന്ന് മാർപ്പാപ്പ പറയും. യുവജനങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്രൈസ്തവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രാഥമികമായ ഉറവ ക്രിസ്തുവുമായുള്ള സൗഹൃദമാണ്, ബന്ധമാണ്, വ്യക്തിപരമായ ബന്ധമാണ്. തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവിലുള്ള സജീവമായ വിശ്വാസം ആണത്. അത് യുവജനങ്ങൾക്കുണ്ടാകണം, ക്രിസ്ത്യാനികൾക്കുണ്ടാകണം. നാം ഇവിടെ നിന്ന് ക്രൂശിക്കപ്പെട്ടതും ഉത്ഥാനം ചെയ്യപ്പെട്ടതുമായ സ്നേഹത്തിൽ നിന്ന് തുടങ്ങിയാൽ, നമ്മൾ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. നമ്മുടെ ജീവിതം ക്രൂശിക്കപ്പെട്ട് ഉത്ഥാനം ചെയ്യപ്പെട്ട ആ സ്നേഹത്തിൽ നിന്ന് തുടങ്ങിയാൽ സങ്കുചിതമായ കാഴ്ചപ്പാടുകൾ തള്ളിക്കളയാൻ മാത്രമല്ല എളുപ്പമാകുന്നത്, സങ്കുചിത മനസ്ഥിതിയിൽ നിന്ന് നമ്മൾ പുറത്തു വരിക മാത്രമല്ല, ആകർഷിക്കാൻ കഴിയുന്ന, കാലികമെന്ന് തോന്നിപ്പിക്കുന്ന വിധം തയ്യാറാക്കപ്പെട്ട സൗകര്യപ്രദമായ ഐക്യദാർഢ്യത്തിൽ നിന്നും വിജയശ്രീലാളിതരാകുന്നതിൽ നിന്നും മാറാനും നമുക്ക് കഴിയും എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അതേ, തുളയ്ക്കപ്പെട്ട ദൈവഹൃദയം ഉപവിയെ ഒരു തൊഴിലായി വെറും മനുഷ്യ സ്നേഹമായി കാണുന്നതിൽ നിന്ന് നന്മയുടെ ദുഷ്പ്രബുദ്ധമായി അതിലും മോശപ്പെട്ട രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും ശൃംഖലയായി കാണുന്നതിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കും. വെറും ഒരു ഭൗതിക പ്രവർത്തനത്തിൽ നിന്നും ഒരു ആത്മീയമായ ശക്തിയും വലിപ്പവും നന്മയും സൃഷ്ടിക്കുന്നത് ക്രൂശിതനായ, നമ്മോടുള്ള സ്നേഹത്താൽ ക്രൂശിക്കപ്പെട്ട ഈശോയുമായുള്ള ബന്ധത്തിൽ നിന്നാണ് എന്നാണ് ഈ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, യുവജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റതെല്ലാം വെറും ഒരു മാനുഷിക സ്നേഹമായി മാറും, ഒരു നന്മയുടെ ഒരു ദുഷ്പ്രഭുത്വമായി മാറും. നന്മയുടെ പേരിൽ, നന്മ ചെയ്യുന്നതെന്നുള്ള പേരിൽ ഒരു ദുഷ്പ്രഭുത്വം വളർത്തുന്നതിന് ഇടയാകും. ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഒരു അവസ്ഥയാകും. അവരൊക്കെ നന്മ ചെയ്യുന്നുണ്ടല്ലോ, ആ നന്മയ്ക്ക് അപ്പുറം പോകുന്നതാണ് ക്രിസ്തീയ ഉപവി എന്ന സത്യമാണ് മാർപ്പാപ്പ ഇവിടെ യുവജനങ്ങളോട് പറയുന്നത്. മാനവരാശിയുടെ സഹനത്തിലെ ദൈവത്തിൻ്റെ പരമമായ പങ്കാളിത്തമാണ് കുരിശ്. കുരിശിനെ കുറിച്ച് നമ്മളെ കർത്താവിൻ്റെ കുരിശ് എന്താണത്? മാനവരാശിയുടെ സഹനത്തിലെ ദൈവത്തിൻ്റെ പരമമായ പങ്കാളിത്തം, മനുഷ്യരാശിയുടെ വേദനയിൽ പങ്കുചേരുന്ന കർത്താവിനെ അത് അവതരിപ്പിക്കുന്നു.
അത് ക്രൈസ്തവർക്ക്, പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് പാപ്പ പറയുകയാണ്, അവർ തിരയുന്നതിൻ്റെ ആധികാരികത പ്രദാനം ചെയ്യും. അവരന്വേഷിക്കുന്ന വലിയ ആവേശകരമായ ആദർശപരമായ ആ കാര്യത്തിൻ്റെ ഒരു തെളിവായി, ആധികാരികമായ തെളിവായി അത് നിലനിൽക്കുമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. സാക്ഷ്യം പേറാനുള്ള ഒരു ധീരത അത് അവർക്ക് നൽകും. ഇന്ന് ക്രോധാവേശങ്ങളായി ഇന്ന് പ്രകടമായിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ കണ്ടതാണത്, വ്യക്തിഗതവാദത്തെയും ധീരതയെയും മറികടക്കാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്ന ഒന്നായി അത് തീരും. കർത്താവിൽ നിന്നാണ് അതിനുള്ള ശക്തി ലഭിക്കുന്നത്. അനുകമ്പ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മളിൽ കൂടുതൽ അനുകമ്പ മറ്റുള്ളവരോട്, ദരിദ്രരോട് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലാണ് അനുകമ്പ എന്ന വാക്ക് എന്ന് മാർപ്പാപ്പ യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലാണ്. എന്തുകൊണ്ടെന്നാൽ മാനവരാശിയുടെ യാതനകളിൽ പൂർണ്ണമായും പങ്കാളിയാകുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് അത് നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ ഈ സ്നേഹത്താലാണ് നമ്മൾ ചലിക്കപ്പെടേണ്ടത്, പ്രചോദിതരാകേണ്ടത് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിച്ചത്. മാർപ്പാപ്പ യുവജനങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ നമ്മുടെ യുവജനങ്ങൾക്ക് വളരെ പ്രസക്തമാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെയും യുവജന പ്രവർത്തനങ്ങളുടെയും അവൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും ശക്തിയും അവൻ്റെ സൗന്ദര്യവും അവൻ്റെ മഹത്വവും നമുക്ക് വെളിപ്പെടുന്നത് ഈ സ്നേഹത്തിലാണ് എന്ന കാര്യം നമുക്ക് ഓർക്കാം. റോക്കോയിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ മാർപ്പാപ്പ അവസാനിപ്പിച്ചു. നിങ്ങൾ യാതനകളുടെ വരണ്ട ഭൂമികളിൽ പ്രത്യാശയുടെ വിത്തുകൾ വിതയ്ക്കുന്നതിൽ വ്യാപൃതരാണ് എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. തുർക്കിയിലും സിറിയയിലും ഭൂകമ്പമുണ്ടാക്കിയ മുറിവുകൾ സുഖപ്പെടുത്തുന്നതിന്, കഠിന ആഘാതമേറ്റ ജനതകളുടെ നിരന്തര യാതനകളെ ഒഴിവാക്കുന്നതിന് നിങ്ങൾ ഈയിടെ നടത്തിയ പ്രവർത്തനങ്ങളെ ഞാൻ ഓർക്കുന്നു. ഒത്തിരി സേവനങ്ങൾ അവർ ചെയ്തു ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ. ശരിക്കും നമുക്ക് അവരെ തുടർന്നും സഹായിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. റോക്കോ ധനസഹായം അർഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ. ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടു. ഇപ്പോഴും ഇരകൾക്ക് വേണ്ട സഹായം എത്തിക്കാവുന്ന ബാങ്കിങ് സംവിധാനങ്ങൾ സാധാരണമായിട്ടില്ലാത്തതിനാൽ വൈഷമ്യം നേരിടുകയാണ്. അവരെല്ലാം ബുദ്ധിമുട്ടുന്നുണ്ട്. ആഭ്യന്തരമായി ഭവനം നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്ന ഉക്രൈൻ ജനതയെ സഹായിക്കാൻ നിങ്ങൾ നടത്തിയ വലിയ പരിശ്രമങ്ങൾക്കും മാർപ്പാപ്പ അവരെ നന്ദി അറിയിച്ചു. ഏതാനും വർഷം മുമ്പ് പ്രിയപ്പെട്ട രാജ്യത്തിന് വേണ്ടിയുള്ള മാർപ്പാപ്പ ഉക്രൈനു വേണ്ടി എന്ന എൻ്റെ പരിശ്രമങ്ങൾ നിങ്ങളുടേതുമായി കൂട്ടിച്ചേർക്കാനും പിന്നീട് മറ്റ് തുടർ പദ്ധതികളുമായി ചേർക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു. യുദ്ധത്താൽ തകർക്കപ്പെട്ട ഉക്രൈൻ ജനതയുമായി സുദൃഢമായ സാമീപ്യം, പ്രാർത്ഥനയിലൂടെയും ഉപവിയിലൂടെയുമുള്ള സാമീപ്യത്താൽ കുറവ് വരുത്തരുതെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ ഈ അവസരം മാർപ്പാപ്പ ഉപയോഗപ്പെടുത്തി. അപ്പോൾ ഇതാണ് മാർപ്പാപ്പ ഇവരോട് പറഞ്ഞ കാര്യം. നിങ്ങൾ വിശുദ്ധ നാടിനും മധ്യപൂർവ്വ ദേശങ്ങൾക്കും ശ്രദ്ധ നൽകുന്നതിനോടൊപ്പം ഇറാൻ, തുർക്കി, എറിത്രിയ എന്നിവയുടെ സഹായ പദ്ധതികൾ ശ്രദ്ധിക്കാനും തീരുമാനിച്ചതിൽ നന്ദിയുണ്ട്. മനോഹരമായ രാജ്യങ്ങൾക്ക് ദൈവം നൽകിയ വമ്പിച്ച മാനുഷിക പ്രകൃതി സമ്പത്ത് നല്ല കാര്യത്തിനായി ഉപയോഗിക്കാനും അത് അവിടെ വസിക്കുന്നവർക്ക് സമാധാനം കൊണ്ടുവരാൻ ഇടയാകട്ടെ എന്ന് മാർപ്പാപ്പ ആശംസിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, യുവജനങ്ങളിലൂടെയാണ് ഒരു നല്ല ഭാവി, സമാധാനത്തിൻ്റെ ഒരു സമൂഹം കെട്ടിപ്പടുക്കപ്പെടുന്നത്. ആ ആഹ്വാനം എല്ലാവർക്കും, എല്ലാ യുവജനങ്ങൾക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സന്ദേശം മാർപ്പാപ്പയുടേതുമായി കണ്ടുമുട്ടാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.